ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അത് കഴിഞ്ഞ് ഓൺ ദി സ്പോട്ട് ഡോക്ടർ എത്തിയിട്ട് പറഞ്ഞു ഓക്കെ ബ്ലീഡിങ് നിന്നിട്ടില്ല, ശരി നമുക്ക് നോക്കാന്ന് പറഞ്ഞ് പിന്നെയും എന്തെല്ലോ സംഭവങ്ങൾ ഇട്ടിട്ട് എൻ്റെ ഉള്ളിൽ എന്തെല്ലോ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതെന്താ നമ്മളിങ്ങനെ കാലിങ്ങനെ പൊക്കി വെച്ചിട്ട് നോക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്തെല്ലോ കൊണസപ്പണി നടക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തിരിയുന്നുണ്ട്. കാരണം നല്ല രീതിയിൽ വേദന വരുന്നുണ്ടായിരുന്നു. അതായത് ഡെലിവറി കഴിഞ്ഞ് സ്റ്റിച്ചെല്ലാം ഇട്ട് കിടക്കുന്ന ഒരവസ്ഥയിൽ പിന്നെയും അതിൻ്റെ ഉള്ളിൽ എന്തെല്ലോ ഇട്ട് ചെക്ക് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പം അത്രയും വേദന സഹിച്ചിട്ടാണ് ഞാൻ അവിടെ കിടന്നിട്ടുണ്ടായത്. അപ്പം അത് കഴിഞ്ഞ് കുറച്ച് സമയം അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡോക്ടർ ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ തുറന്ന് വെച്ചിട്ട് നിൽക്കൂലല്ലോ സ്റ്റിച്ച് ചെയ്യാണ്ട്. അപ്പം അതിട്ട് ഡോക്ടർ നോക്കാമെന്നും പറഞ്ഞിട്ട് ഡോക്ടർ പിന്നെയും പോയി. കുറച്ച് സമയം നോക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സമയം ഞാനിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ സമയത്ത്, ഒരു അരമണിക്കൂറൊന്നും ആയിട്ടില്ല, കുറച്ച് കഴിഞ്ഞ സമയത്ത് ഡോക്ടർ വന്നു. ഡോക്ടർ വന്നിട്ട് നോക്കുന്ന സമയത്ത് പിന്നെയും ബ്ലീഡിങ് നിന്നിട്ടില്ല. പിന്നെയും ബ്ലഡ് ബ്ലഡ് പോകുന്ന നിൽക്കുന്നേ ഇല്ല. പെട്ടെന്ന് മനസ്സിലാവുന്നില്ല ഇത് എവിടുന്നാണ് ഈ ബ്ലീഡിങ് വരുന്നതെന്നുള്ളത്. പിന്നെയും ഡോക്ടറും പിന്നെ കുറച്ച് പേടിച്ചും തോന്നുന്നു. പിന്നെ ഡോക്ടർ ഫുള്ള് എന്തെല്ലോ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല. എന്താ ഇവർ ചെയ്യുന്നത്, എന്താ ആക്കുന്നതെന്നുള്ളതൊന്നും എനിക്ക് തിരിയുന്നില്ല. നമുക്ക് എണീറ്റ് നോക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലല്ലോ. അതിൻ്റെ അപ്പുറം എനിക്ക് തോന്നുന്നു ഞാൻ ഡെലിവറിക്ക് ഉണ്ടായ പെയിനിനേക്കാളും കൂടുതൽ വേദന ഞാൻ ആ ഒരു സംഭവത്തിൽ ഞാൻ സഹിച്ചു. പിന്നെയും വന്നിട്ട്, കാരണം എനിക്ക് പച്ച ഇറച്ചിയിൽ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് തരിപ്പിക്കൊന്നും ചെയ്യുന്നുണ്ടായിട്ടില്ല. ഞാൻ ശരിക്കും അറിയുന്നുണ്ട് ഓരോന്ന് എന്തെല്ലോ കുത്തുന്നയും ആക്കുന്നയും എല്ലാം കാര്യങ്ങൾ. അപ്പോൾ ഡോക്ടർ ഇത് നോക്ക് അത് നോക്ക് എന്നെല്ലാം പറഞ്ഞു. പിന്നെ ഇവിടെ നിന്നല്ലോ നേഴ്സുമാർ ഓടി വരുന്നുണ്ട്. എൻ്റെ ഇവിടെ ഇഞ്ചക്ഷൻ എടുക്കുന്നു. എനക്കറിയുന്നില്ല. അപ്പം ആ ഒരു വേദനയിൽ എനിക്ക് ഇഞ്ചക്ഷൻ്റെ വേദനയൊന്നും തിരിയുന്നേ ഇല്ല, ഇഞ്ചക്ഷൻ്റെ വേദനയൊന്നും. പിന്നെ എനിക്ക് ഈ ട്രിപ്പ് ഇട്ടിട്ട് പിന്നെ എനിക്ക് കുഴയുന്ന പോലത്തെ അവസ്ഥയായി. പിന്നെ ഈ ഒരു കയ്യിൽ വന്നിട്ട് വീണ്ടും ട്രിപ്പ് കയറ്റുന്നുണ്ട്. അപ്പം 2 കയ്യിലും ട്രിപ്പ് ഇട്ടിട്ടാണ് ഞാൻ കിടക്കുന്നത്. അതിനിടയ്ക്ക് എന്തെല്ലോ ട്രിപ്പിലേക്ക് ഇഞ്ചക്ഷൻ കയറ്റുന്നുണ്ട്, എന്തൊക്കെയോ നടക്കുന്നുണ്ട് അവിടെ. പിന്നെ കുറെ കഴിയുമ്പോൾ എനിക്കിപ്പം എങ്ങനെയാണ് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ പറഞ്ഞു തരണ്ടേ എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ ആ ഒരു ഡെലിവറി കഴിഞ്ഞ ആ ഒരു എന്നാ പറയണ്ട, ആ ഒരു ഇതിൽ ആ ഒരു പച്ച ഇറച്ചി നമ്മളെ മാംസത്തിൽ എന്തെല്ലോ കുത്തുന്നുണ്ട്, എന്തെല്ലോ ആക്കുന്നുണ്ട്. എൻ്റെ യൂട്രസിൻ്റെ അടുത്തേക്ക് എന്തെല്ലോ സംഭവങ്ങൾ കയറ്റുന്നുണ്ട്. ബ്ലീഡിങ് നിൽക്കുന്നുണ്ടോ, ബ്ലീഡിങ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിൽ എന്തൊക്കെയോ അവസ്ഥയിലൂടെ ഞാൻ ആകെ ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്കൊരു തിരിച്ച് ഈ ലേബർ റൂമിൻ്റെ പുറത്തേക്ക് തിരിച്ച് ജീവനോടെ പോവുമെന്നുള്ള ഡൗട്ട് തന്നെയായി എനിക്ക്. കാരണം അത്രക്കും എനിക്ക് വേദനയായി, ബ്ലീഡിങ് കൊണ്ട് നിൽക്കുന്നുമില്ല. ഡോക്ടർ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബീന മാമിൻ്റെ അത്രയും എഫേർട്ട് ബീന മാം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടർ ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആ ബ്ലീഡിങ് കണ്ടുപിടിക്കാനും അത് ഓവർകം ചെയ്യാനും അത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാനും എല്ലാം പറ്റിയത്. കാരണം നമ്മൾ പല ന്യൂസുകളും കേൾക്കുന്നുണ്ട്, ബ്ലീഡിങ് ആയിട്ട് അമ്മയും കുട്ടിയും മരിച്ചു, അമ്മ മരിച്ചു ഡെലിവറിക്ക് ശേഷം എന്നുള്ളത്. അപ്പോൾ അതിൽ ഡോക്ടർ അത്രയും എഫേർട്ട് എടുത്തിട്ട് നിന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് അതൊന്നും സ്റ്റോപ്പ് ആയത്. പക്ഷെ ആ ഒരു ടൈം വരെ നമ്മൾ അനുഭവിക്കുന്ന വേദന എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല. കാരണം ഇപ്പം ഇത് പറയുന്നതിനെ കൊണ്ട് ഞാൻ അനുഭവിച്ച വേദന ഒരിക്കലും ഇല്ലാണ്ടാവുന്നില്ല. ആദ്യം സിമ്പതിയോ കാര്യങ്ങളോ കിട്ടിയിട്ട് അത് ഒരിക്കലും കുറയാനും പോകുന്നില്ല. ആ ഒരു സമയം അനുഭവിച്ചത് തന്നെയാണ്. അപ്പം നേഴ്സുമാരൊക്കെ പറഞ്ഞു നല്ലോണം പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞ്. പിന്നെ എനിക്ക് BP കൂടുന്നു കുറയുന്നു, അതായത് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നില്ല. പെട്ടെന്ന് അങ്ങ് ഹൈ ആവുന്നു, പെട്ടെന്ന് അങ്ങ് ലോ ആവുന്നു, പിന്നെയും വീണ്ടും പെട്ടെന്ന് ഹൈ ആവുന്നു, അങ്ങനെ ലോ ആവുന്നു, എന്തൊക്കെയോ ഉള്ളൊരവസ്ഥയായി. പിന്നെ എൻ്റെ അടുത്ത് വീണ്ടും എന്തൊക്കെയോ സാധനം വെച്ച്, അതിപ്പോൾ എനിക്ക് മെഡിക്കലി ടേംസ് ഒന്നും അറിയില്ല, അതൊക്കെ വെച്ചിട്ട് എന്നെ കിടത്തിയിട്ട് പിന്നെയും നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ അവിടെ കിടന്നു. വേദന എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് കാല് പൊക്കി, നമ്മൾ ആ സമയം നിങ്ങൾ ഓർക്കണം, ഞാൻ ഡെലിവറിക്ക് കയറിയപ്പം തൊട്ടിട്ട് കാല് കുത്തനെ വെച്ചിട്ടാണ് ഉള്ളത്. ഈ സംഭവങ്ങൾ, ഈ പ്രക്രിയകളൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ അതേ പൊസിഷനിൽ കാല് വെച്ചിട്ടുള്ളത്. എനിക്ക് കാലൊന്നും അനക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വേദന. അതിന്റെ അടുത്ത് കോൺഷ്യസ് ഉണ്ടോന്ന് ചെക്ക് ചെയ്യുന്നില്ലേ? അവര് നമ്മളെ ബോധം പോകുന്നുണ്ടോന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ഒരു മൊമെന്റിൽ നമ്മളെ ബ്ലഡല്ലേ നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മൊമെന്റ് എത്തിയപ്പോൾ ഞാൻ അങ്ങനെ അങ്ങ് ഉറങ്ങുന്ന പോലെയായി. അപ്പാടനെ സിസ്റ്റർമാരെല്ലാം വന്നിട്ട് മുഖൊക്കെ തട്ടി അഞ്ജലി ഉറങ്ങില്ല എന്താ പറ്റിയ അഞ്ജലി എന്നൊക്കെ ചോദിച്ചിട്ട് അവർ ഇതാക്കുന്നുണ്ട്. അപ്പം അതിലിടയ്ക്ക് ഞാൻ കേൾക്കുന്നുണ്ട് ഡോക്ടർ പറയുന്നു വേഗം ഹോസ്പിറ്റലിൽ വിളിക്കുകയും വേറെ ഒരു ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ബ്ലഡ് ഉണ്ടോ നോക്കാൻ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ബ്ലഡ് ഒരു ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ ബ്ലഡ് ഇല്ല.
പിന്നെ വേറൊരു ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ബ്ലഡ് എടുത്തുകൊണ്ടുവരാൻ പറയുന്നു. അപ്പോഴേക്ക് തന്നെ പറഞ്ഞു ഓക്കെ അഞ്ജലിന്റെ റിലേറ്റീവ്സിന്റെ അടുത്ത് പോയിട്ട് പറ, എമർജൻസി ആയിട്ട് ബ്ലഡ് കൊണ്ടുവരാൻ പറ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളിങ്ങനെ പുറത്തുണ്ട്, നമ്മള് ഇതുപോലെ ഈ ജിലേബിയൊക്കെ വാങ്ങിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയല്ലേ. അതിൻ്റെ ഇടയ്ക്കുന്ന് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുഞ്ഞിനെ കാണിച്ചു തന്നു. കുഞ്ഞിനെ കാണിച്ചു തരാൻ പറഞ്ഞ് കുഞ്ഞിനെ ഒരു തുണിയിലൊക്കെ പൊതിഞ്ഞ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അഞ്ജലിന്റെ ഹസ്ബൻഡും പിന്നെ ഇതിൽ സൈനിട്ട് വേറൊരു ആരായിരുന്നു അഞ്ജലിന്റെ അമ്മയും കൂടി ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. ഞങ്ങൾ അകത്ത് പോയി. അകത്ത് പോയപ്പാടനെ ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് ഒരു കുഞ്ഞു വാവേനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഞാൻ വാവേനെ കാണിച്ചു തരാം കേട്ടോ, വാവേനെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് വാവേനെ എടുത്ത് ഇങ്ങനെ കയ്യിൽ എനിക്ക് വെച്ചു തന്നു. ഞാൻ നോക്കുമ്പോൾ നല്ല വെളുത്ത ഒരു കുഞ്ഞു വാവ, കണ്ണൊക്കെ നല്ല കറുവരെ കറുത്തിട്ട്, കാണുമ്പോൾ ഇവളെന്നെ സെയിം കിട്ടോ അത് തന്നെ. ഞാൻ ഭയങ്കര ഹാപ്പി. ഞാൻ എന്താ പറയേണ്ടത്, അത് ശരിക്കും പറഞ്ഞാല് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഏതൊരു എന്താ പറയേണ്ടത് ഹസ്ബൻഡും അവരെ കുഞ്ഞിനെ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്കും ഒരു വേറെ തന്നെ ലെവലാണ്. ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൂമെന്റ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ എന്താ പറയേണ്ടത് വലിയൊരു ഓഫീസർ ആയതോ എക്സാമിൽ പാസ്സായതോ അങ്ങനത്തെ ഒരു കാര്യമല്ല. എനിക്കെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെ കയ്യിൽ കിട്ടിയതായിരുന്നു ഏറ്റവും വലിയൊരു സ്വീറ്റ് മൂമെന്റ് എന്ന് പറയുന്നത്. അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അത് കിട്ടുമ്പോൾ തന്നെ ഞാൻ സന്തോഷത്തിൽ ശരിക്കും കരയുവാണോ ചിരിക്കുകയാണോ എന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കുഞ്ഞുമാവ. എന്നിട്ട് നേഴ്സ് പറഞ്ഞു കുഞ്ഞുമാവൻ്റെ എന്താ പറയേണ്ടത് തുണിയൊക്കെ അഴിച്ചിട്ട് കയ്യും കാലൊക്കെ കാണിച്ചു തരേ എന്ന് പറഞ്ഞു. തുണിയൊക്കെ അഴിച്ച് കയ്യും കാലൊക്കെ കാണിച്ചുമ്പോൾ ഇങ്ങനെ പെടയുന്നുണ്ട്. അന്നേരം അതെ ഫുള്ള് മുടിയായിരുന്നു, നെറ്റിയൊക്കെ മുടിയായിരുന്നു, ചെവിന്റെ വേക്കൊക്കെ മുടിയായിരുന്നു, കൈയൊക്കെ ഫുള്ള് മുടിയായിരുന്നു. ഞാൻ പറഞ്ഞു ഇതെന്താ ഇത്, ആൺകുഞ്ഞായിട്ട് ജനിക്കേണ്ടതാണോ? എന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട്, മുഖത്തൊന്നും നോക്കുന്നില്ല, എവിടെയല്ലോ നോക്കുകയാണ്. എന്നിട്ട് ചിരിയൊന്നുമില്ല. എന്നിട്ട് ആ കുഞ്ഞിനെ എടുത്തിട്ട് എൻ്റെ ഫാമിലിക്ക് കാണിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഫാമിലി കാണിക്കാന്ന് പറഞ്ഞിട്ട് അമ്മമ്മേന്റെ കയ്യിൽ കൊടുത്തപ്പോഴായിരുന്നു അമ്മമ്മേനെ കണ്ടപ്പോൾ ഒരേ ചിരി. അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മമ്മേനെ കണ്ടപ്പോൾ നല്ല ചിരിയാണല്ലോ. എന്നിട്ട് എല്ലാവരും അത് കുഞ്ഞിനെല്ലാം കണ്ടു. എന്നിട്ട് അതിനുശേഷം കുഞ്ഞിനെ തിരിച്ചു കൊടുത്തു. എന്നിട്ട് കുഞ്ഞിനെ ഞങ്ങൾക്ക് ചെക്ക് ചെയ്യണം കേട്ടോ, എല്ലാം ചെക്കപ്പ് എല്ലാം ചെയ്തതിന് ശേഷം കുഞ്ഞിനെ കുറച്ച് കഴിഞ്ഞ് തരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്നേരം ചോദിച്ചു വൈഫിന് ഓക്കെ അല്ല? വൈഫിനെല്ലാം ഓക്കെയാണ്, വൈഫും കുഞ്ഞും ഓക്കെയാണ്. ഇപ്പോൾ രണ്ടുപേരെയും പുറത്തേക്ക് കൊണ്ടുവരും, നിങ്ങൾ റൂമിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് ഞാൻ എന്താക്കി ഓക്കെ എല്ലാവരും ഹാപ്പി ആയിട്ട് പിന്നെയും പുറത്തിരുന്നു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഡോക്ടർ ഉണ്ട് ഹസ്ബൻഡിനെ വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പുറത്ത് എന്നെ വിളിച്ചിട്ടില്ല, എന്നെ അകത്തേക്ക് വിളിക്കാൻ പറഞ്ഞു. എന്നെ അകത്തേക്ക് ഡോറ് തുറന്ന് അകത്തേക്ക് വന്നു. ലേബർ റൂമിലേക്കല്ല, ലേബറിന്റെ എലിവയിൽ കൊണ്ടുവന്നിട്ട് നോക്കുമ്പോൾ ഡോക്ടറുടെ കയ്യിൽ 2 ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. ഗ്ലൗസ് ഫുള്ള് ബ്ലഡ്. ഞാൻ പറഞ്ഞു എന്താ ഡോക്ടറെ? അന്നേരം പറഞ്ഞു ഇങ്ങനെ വൈഫിന് കുറച്ച് ബ്ലീഡിങ് കൂടിയിട്ടുണ്ട്, സോ അതുകൊണ്ട് ബ്ലീഡിങ് എവിടെയാണെന്ന് മനസ്സിലാകുന്നില്ല, ഇപ്പോൾ കുറച്ച് മൈന്യൂട്ടാണ്, പക്ഷെ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലപോലെ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇതാരോടും അത്ര ഇതായിട്ട് പറയാൻ നിൽക്കണ്ട, ഞാൻ നിങ്ങളെ മാത്രം അറിയിക്കുന്നതാണ്. എനിക്കാകെ ടെൻഷനായി. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വൈഫിൻ്റെ A+ ബ്ലഡാണ്, അത് എങ്ങനെയെങ്കിലും പോയിട്ട് നിങ്ങൾ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞത് എവിടെ പോയിട്ട് കൊണ്ടുവരണ്ട, A+ ബ്ലഡുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛൻ, അതായത് പൊന്നൂസിൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു, അശോക് അച്ഛൻ ഉണ്ടായിരുന്നു, അച്ഛന് A+ ബ്ലഡാണ്. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അച്ഛനുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഏത് ഹോസ്പിറ്റലിലാണ് പോകണം? അപ്പോൾ AKG ഹോസ്പിറ്റലിൽ അവൈലബിൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ പോയിട്ട് നിങ്ങൾ ബ്ലഡ് കൊണ്ടുവരണം. അത് വർത്താനം പറഞ്ഞുകൊടുക്കുമ്പോൾ തന്നെ അച്ഛനകത്തേക്ക് ഇരി വന്നു, എന്താ പറ്റിയെന്ന്. അപ്പോൾ ഇതൊക്കെ കണ്ട് അച്ഛനും ആകെ ടെൻഷനായി. അവസാനം ഫാമിലി എല്ലാവരും അറിഞ്ഞിട്ട് എല്ലാവർക്കും ടെൻഷനായി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, എനിക്ക് ആകെ പേടിയായി പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ വന്നിട്ട് ഒരു സ്ലിപ്പ് വന്നിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ പോയിട്ട് ബ്ലഡ് നിങ്ങൾ കൊണ്ടുവരണം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ വേഗം തന്നെ അച്ഛനെയും കൂട്ടി, എന്നിട്ട് ഞാൻ വേഗം തന്നെ കാറെടുത്തു. ഞാൻ ഒരു ബോക്സും തന്നിട്ടുണ്ടായിരുന്നു തെർമോക്കോളിൻ്റെ, അതായത് ഐസ് ഇട്ടിട്ട് ക്യൂബ്സ് ഇട്ടിട്ടുള്ള ഇത്. അപ്പോൾ ബോക്സിൽ തന്നിട്ടുണ്ടായിരുന്നു, അതും കൊണ്ട് ഞാൻ പോയി അനിയനെയും കൂട്ടി. എന്നിട്ട് വേഗം തന്നെ AKG പോയി. AKG പോകുമ്പോഴാണെങ്കിൽ ഒടുക്കത്തെ തിരക്കും, അതിനിടയ്ക്ക് ട്രാഫിക് ജാമും. എങ്ങനെയൊക്കെയോ AKGയിലെത്തി. AKGയിലെത്തിയിട്ട് ബ്ലഡ് അച്ഛനാണ് ബ്ലഡ് തരുന്ന ഡോണർ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ കാണിക്കുമ്പോഴേ പറഞ്ഞു ഇത്ര ഏജിൻ്റെ മേലെ 50 ഏജിൻ്റെ മേലെ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് തോന്നുന്നു. അന്നേരം ഞാൻ വിചാരിച്ചു ഈശ്വര പെട്ടില്ല, ഇനി എന്താ ചെയ്യുക? A+, അതായത് A+ ബ്ലഡുള്ള ഒരാൾ പോലും ഇല്ല. ഡോണേഴ്സിനെ വേണ്ടേ, കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും വേണ്ടേ? എന്നിട്ട് ഞാൻ അച്ഛൻ ഒരു ഫ്രണ്ടിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരെ വിളിച്ച് നോക്കി, അവർ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അപ്പോൾ എൻ്റെ കസിൻ ആയിരുന്നു
നന്ദു അവന്റെ ഒരു ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഉണ്ട് AKG. സോ അവൻ അങ്ങനെ പറഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ ബ്ലഡ് സംഘടിപ്പിച്ചു. അപ്പോൾ A+ ബ്ലഡ് കിട്ടി. ഞങ്ങൾ വേഗം തന്നെ അത് എടുത്ത് കാറിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒക്കെ അച്ഛൻ എൻ്റെ കൂടെ ഇരുന്നിട്ട് കാറിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോക്ക് എന്നാ പറ്റി, എനിക്കൊന്നും വയ്യ, എൻ്റെ ആകെയുള്ള ഒരു ഒറ്റ മോളാണ്, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാനും ചാവും എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ആകെ എനിക്കാണെങ്കിൽ കയ്യും കാലും വിറക്കാണ്, വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല, ആകെ ടെൻഷൻ. എന്നിട്ട് നന്ദു പിറകിൽ നിന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നുമില്ല, പേടിക്കണ്ട, ഒരു പ്രശ്നം ഉണ്ടാവില്ല, അഞ്ജലിച്ചയ്ക്ക് എല്ലാം ഓക്കെയാവും, കുഞ്ഞു അഞ്ജലിച്ച് സുഖമായിരിക്കും, ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ കാറ് പറപ്പിച്ചു വിട്ടു, ഒന്നും നോക്കിയില്ല, കോഷന്റെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് വേഗം തന്നെ എത്തിക്കാനുള്ള ഇത്. അതായത് പോലീസ് പിടിക്കുന്നുണ്ടെങ്കിൽ പിടിക്കട്ടെ, ഞാൻ കാരണങ്ങൾ റീസൺ പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് ആ രീതിയിലായിരുന്നു ഞാൻ പോയത്. സ്പീഡിൽ പോയി എങ്ങനെയൊക്കെയോ ഹോസ്പിറ്റലിൽ എത്തി. ഞാൻ പെട്ടെന്ന് തന്നെ ഇൻഫോം ചെയ്ത് ഡോക്ടർക്ക് ബ്ലഡ് കൊടുത്തിട്ട് പിന്നെ ഞാൻ പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഇരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു മൊമെന്റ്സ് ഉണ്ടല്ലോ, ഞാനെന്ന് പറഞ്ഞാല് ഒന്നും പറയാൻ പറ്റില്ല, ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു, ഒരു ഡാർക്ക് ഒരേ ദിവസം ഒരേ അറ്റ് എ ടൈമില് ഫുൾ ഹാപ്പി ആയി ഫുള്ള് വിഷമവും വന്നൊരു സിറ്റുവേഷൻ. അത് കഴിഞ്ഞിട്ട് പുറത്ത് ഇങ്ങനെയാണ് നടക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാന് ഒരിക്കൽ അമ്മേനെ കാണുന്ന ഭയങ്കരമായിട്ട് എനിക്ക് ഇതായി. അപ്പം അമ്മേനെ കാണാൻ, കാരണം ഞാൻ ഓൾമോസ്റ്റ് ഇനിയിപ്പം നമ്മളൊരു പൊട്ട ചിന്തയിലെല്ലാം തോന്നുന്നതായിരിക്കും, ഇനിയിപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഇനി വരുമോ, കാരണം എനിക്ക് അത് പറയാൻ പറ്റില്ല അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ. ഞാനിപ്പോൾ എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു സംഭവം നടന്നതുപോലെ ആവൂല. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു പുറത്തേക്ക് ഒരു ജീവനോടെ പോകാൻ പറ്റുമോ എന്നുള്ളൊരു പേടി എനിക്ക് നല്ലോണം വന്ന്. പിന്നെ ഇങ്ങനത്തെ ന്യൂസൊക്കെ നമ്മൾ മുന്നേ കേട്ടതെല്ലാം ആ ഒരു ടൈം നമുക്ക് എന്തായാലും എന്ത് ഓർമ്മ വന്നിട്ടില്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓർമ്മ വരും. അപ്പൊ അത് സിനിമയും കണ്ടിട്ടുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് അതന്നെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. അപ്പൊ എന്തായാലും ഒരു ടെൻഷൻ ആവൂലേ, നമ്മൾ ആ ഒരു വേദനയെ സഹിക്കുന്നുണ്ട്, ഇനിയിപ്പം എന്താന്നെല്ലാം ഉള്ളൊരു ഭയങ്കര പേടി. അപ്പൊ എനിക്ക് അമ്മേനെ കാണണം എന്നിട്ട് അമ്മ വന്നിട്ട് എൻ്റെ അടുത്തേക്ക് കയറ്റൂലെന്ന് ഡോക്ടർ തീർത്തും പറഞ്ഞത്, അങ്ങനെ കയറ്റാൻ പറ്റൂല എന്നുള്ളത്. പക്ഷെ എൻ്റെ വാശിയില് അവര് കയറ്റി. അമ്മ കയറി കണ്ടപ്പം തന്നെ അമ്മ ഫുള്ള് പുറത്തെത്തിയിട്ട് ബോധം കെടുന്ന പോലെല്ലായി. കാരണം അമ്മ നോക്കുമ്പോഴേക്ക് ഫുള്ള് ബ്ലഡില് പിന്നെ എന്തൊക്കെയോ വയറും കാര്യങ്ങളെല്ലാം എൻ്റെ ചുറ്റും വെച്ചിട്ടുണ്ടായി. അതെല്ലാം കണ്ട് അന്നിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ ആദ്യമായിട്ട് കാണുന്നില്ലേ. അപ്പം എൻ്റെ അമ്മ അച്ഛൻ എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ഫുള്ള് വേൾഡ് എന്ന് പറയുന്നതേ ഞാൻ ഒരാളാണ്. അപ്പം എനിക്കിപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ തന്നെ അവർക്ക് സഹിക്കാൻ പറ്റില്ല. എല്ലാ അച്ഛനമ്മമാർക്കും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഇവർ കുറച്ചും കൂടി സെൻസിറ്റിവിറ്റി കൂടുതലാണ് ഇവർക്ക്. അപ്പോൾ അമ്മ പുറത്ത് പോയിട്ട് അമ്മ ആകെ ബോധം കിടുന്ന പോലെയല്ലായി, അച്ഛനെ വിളിച്ച് കരച്ചിലായി. പിന്നെ ഞാൻ അമ്മ നല്ലോണം കരഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ വിളിച്ചത് കൊണ്ടല്ലേ ഇപ്പം ഇങ്ങനത്തെ ടെൻഷനും കൂടി അമ്മക്കായത്. അപ്പം എനിക്ക് പിന്നെയും ടെൻഷനായി, കാരണം ഞാൻ കരഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ടായിനാടാ. അപ്പം അതെല്ലാം കണ്ടിട്ടാണ് അമ്മ പുറത്ത് പോയിട്ടുള്ളത്. എനിക്ക് പേടിയാ, നമുക്ക് ബാലൻസിൻ്റെ പ്രശ്നമുള്ള ആളാണ് അമ്മ. അപ്പോൾ ഇനിയിപ്പോൾ ഇദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ബാലൻസിൻ്റെ പ്രശ്നം വന്നിട്ട് ഞാൻ പുറത്ത് ഇറങ്ങുമ്പോഴേക്ക് അമ്മക്ക് എന്തെങ്കിലും കയ്യാണ്ടാവുമോ എന്നുള്ള ടെൻഷനിൽ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, അമ്മക്ക് ഇങ്ങനെ ബാലൻസിന്. അപ്പം ഡോക്ടർ, അപ്പോഴാണോ നീ ഇങ്ങനെ ചെയ്യല്, നീ കുറച്ച് സ്റ്റഡി ആയിട്ട് നിൽക്കണ്ടായിരുന്നു അമ്മേൻ്റെ മുന്നിൽ നിന്ന്. അങ്ങനെ അമ്മേനെ വിളിക്കും, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ അമ്മ ശരിയായിക്കോളും, ഒന്ന് വിളിക്കുക ഡോക്ടറെ എന്ന് പറഞ്ഞാൽ അമ്മേനെ ഞാൻ വിളിക്കുമ്പോഴേക്ക് അച്ഛനും ഓടി കയറി ബാക്കിൽ തന്നെ. അച്ഛൻ വന്ന് കാണുന്നത് അച്ഛൻ ഇങ്ങനെ സ്റ്റക്കായി, എന്നെ ഫുള്ള് ഇങ്ങനെ പുതപ്പിച്ചിട്ട് ഇങ്ങനെ ഫുള്ള് വയറും കാര്യങ്ങളെല്ലാം 2 സൈഡിലും ഡ്രിപ്പ് ഇട്ടിന്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായത്. അപ്പം അതെല്ലാം കണ്ടപ്പോൾ അച്ഛനും കുറച്ച് ഇതായി. ഞാൻ കരച്ചിലെല്ലാം നിർത്തിയിട്ടാണ് ഞാൻ വിളിച്ചത്. ഞാൻ പറഞ്ഞ, അമ്മ എനിക്കിപ്പോൾ ഒന്നുമില്ല, കുറച്ച് വേദനയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ എന്നാൽ പറയേണ്ട അത്രയും വേദന സഹിച്ചിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ, അമ്മ ഇപ്പം എനിക്ക് വേദനയൊന്നും ഇല്ല, ഇപ്പം എല്ലാം ഓക്കെ ആയി, ഞാനിപ്പം പുറത്തേക്ക് വരും കേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പോയി. അപ്പം നമുക്ക് കുറച്ച് ആശ്വാസമായി. പോയി. എന്നാലും എൻ്റെ സൗണ്ട് മാറുമ്പോൾ, മക്കളെ സൗണ്ട് മാറുമ്പോൾ അമ്മമാർക്ക് മനസ്സിലാവുമല്ലോ. എന്നാലും ഞാൻ ഫുള്ളി ഓക്കെ അല്ലാണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ ബ്ലഡ് വേണമെന്നെല്ലാം പറഞ്ഞപ്പോൾ അച്ഛൻ വീണ്ടും ടെൻഷനായത്. ബ്ലഡെല്ലാം കയറ്റുക, നമുക്ക് അത്രയും ഇതാവുമ്പോഴല്ലേ ബ്ലഡെല്ലാം കയറ്റുക എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഡോക്ടർ ഞാൻ പറ്റില്ല, എനിക്ക് എന്തൊക്കെയോ സാധനങ്ങളെല്ലാം ഉള്ളിൽ ആക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ബ്ലീഡിങ് ഉണ്ടോ എന്നുള്ളത്, അപ്പോഴെ തന്നെ നോക്കൂലല്ലോ. അപ്പം അത് ഡോക്ടർ വന്ന് നോക്കുമ്പോൾ എനിക്കിങ്ങനെ ഡോക്ടർ വരുന്ന കാണുമ്പോഴും എനിക്കിങ്ങനെ നെഞ്ചിങ്ങനെ ഇടിക്കുന്ന. അപ്പം ഞാൻ ഡോക്ടറെ കൈ പിടിച്ച് വെച്ചിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ എൻ്റെ അടുത്ത് നിന്ന് പോവല്ലേ. അപ്പോൾ ഡോക്ടറിന് താഴെ OP-യിൽ പേഷ്യൻസ് ഇരിക്കുന്നുണ്ട്, എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റൂല, ഞാൻ കുറേ കേസ്, അത് മീൻസ് ആൾക്കാരെ ഇന്ന് നോക്കുന്നില്ല എന്ന് വെച്ചു. അപ്പം 2-3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഞാൻ ഇന്ന് ഏറ്റെടുത്തിട്ടുള്ളൂ നോക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു, അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരിക്കൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ അപ്പം ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് നിന്ന് പോവല്ലേ, എൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നത്. ഞാൻ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചു വെച്ച്.
ഞാൻ കുറച്ച് സമയം നിന്നിട്ട് എൻ്റെ അടുത്ത് പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇപ്പം വരും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഡോക്ടർ വരുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനായി. ഇനി പിന്നെയും നോക്കിയിട്ട് ബ്ലീഡിങ് ഉണ്ട് എന്നാണോ പറയുക എന്നുള്ളത്. അപ്പം നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞ് ഇല്ല ഇപ്പം ബ്ലീഡിങ് എല്ലാം നിന്നിട്ടുണ്ട്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ശ്വാസം നേരെ വീണത്. ശരിക്കും ഡോക്ടറെ ഒരു കഴിവ് തന്നെയാണ് പറയേണ്ടത്. കാരണം പല കേസ് ഈ പറഞ്ഞതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഡേഞ്ചറിൽ എത്തുന്ന കേസൊക്കെ. അപ്പം അതിൽ ഡോക്ടർ അത്രയും എഫേർട്ട് എടുത്ത് ഡോക്ടർ ആ ഒരു എന്നാ പ്രസൻസ് ഓഫ് മൈൻഡ് നോക്കി, അത് നമ്മളെ ബ്ലീഡിങ് എങ്ങനെയാണ് വന്നത് എന്ന് നോക്കി അതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ എൻ്റെ ബ്ലീഡിങ് അവിടെ സ്റ്റോപ്പ് ചെയ്യിച്ചു ഡോക്ടർ ഒരൊറ്റ ഒരാളെ എഫേർട്ട് കൊണ്ട് തന്നെയാണ്. അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ നേഴ്സസും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പം ഇത്രയും കുറച്ച് കോംപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു വിത്തിൻ ഒരു 1 or 2 hour എനിക്ക് ഒന്ന് വാർഡിലേക്ക് മാറ്റും, നമ്മളെ റൂമിലേക്ക് മാറ്റും. പക്ഷെ എനിക്കത് എന്തായാലും പറ്റൂല. അപ്പോൾ എന്നൊരു സ്ട്രക്ചർ കൊണ്ടുവന്നു. ഈ ബെഡിൽ നിന്ന് അപ്പുറത്തേക്ക് ഇങ്ങനെ എടുത്ത് കിടത്തു ചെയ്തത്. എനിക്ക് അനങ്ങാനൊന്നും പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് എടുത്ത് തന്നെ കിടത്തി. അങ്ങനെ ഇങ്ങനെ സ്ട്രക്ചറിൽ തള്ളി ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയി. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ശ്വാസം നേരെ വീണത്. അതിന് മുന്നേ ഞാൻ പറഞ്ഞു എൻ്റെ മോളെ ഒന്ന് എനിക്ക് കാണിച്ചിടാൻ പറ്റുമെന്ന്. അപ്പാടന്നെ വേറെ ഡോക്ടർ ഉണ്ടായതാണ്. ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു ഓക്കെ വേഗം മോളെ കൊണ്ട് കാണിച്ചു കൊടുക്കുക. അപ്പം BP ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് അങ്ങ് കൂടും, അതേ സ്പോട്ടിൽ ഫുൾ അങ്ങ് ഡൗൺ ആവും, പിന്നെ അങ്ങ് കൂടും, പിന്നെയും ഡൗൺ, ഇങ്ങനെ കൂടുകയും ചെയ്യുന്നായിരുന്നു ഉണ്ടായത്. അപ്പൊ ഡോക്ടർ അപ്പം പറഞ്ഞു വേഗം വാവേനെ എടുത്ത് കാണിച്ചു കൊടുക്കുക, ബേബീനെ കാണിച്ചു കൊടുക്കുക, ബേബീനെ കാണുമ്പോൾ എന്താ റിയാക്ഷൻ നമുക്ക് നോക്കാന്നെല്ലാം പറഞ്ഞ് മോളെ വേഗം കൊണ്ടുവന്നു എൻ്റെ അടുത്തേക്ക് തന്നു. മോളെ തന്ന സമയത്ത് ഇവർ BP നോക്കുന്ന സമയത്ത് BP നോർമലായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം മോളെ കൊണ്ടുവന്ന് എൻ്റെ നെഞ്ചിൽ കിടത്തിച്ചു. അപ്പം തന്നെ എനിക്ക് വൊമിറ്റിങ് വരാൻ തുടങ്ങി. എന്തൊക്കെയോ ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഇവളെ എൻ്റെ അടുത്ത് കിടത്തിക്കുമ്പോൾ തന്നെ എനിക്ക് ഒന്നും ആക്കാൻ പറ്റുന്നില്ല, ഇവളെ അടുത്തേക്ക് നിൽക്കാനോ. ഇവളിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, വൊമിറ്റിങ് വരുന്നത്. അപ്പം ഈ ചങ്ങായിനിയുടെ കിടത്തിച്ചിട്ട് വൊമിറ്റിങ് ചെയ്യുന്നുണ്ട്. വേഗം ഒരു പാത്രമില്ലേ അതെടുത്തോണ്ട് എൻ്റെ വായിൻ്റെ അടുത്ത് വെച്ച് ഞാൻ വായിക്കുമ്പോൾ ഇയാൾ ഒരേ കരച്ചിൽ ഞെട്ടിപ്പോയി. എൻ്റെ മേത്ത് കിടത്തിയിട്ടുണ്ട്. സൗണ്ട് കേട്ടപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ ഇതായതുകൊണ്ടാന്ന് തോന്നും. ഇവള് ഞെട്ടി കരയാൻ തുടങ്ങിയപ്പോ എനിക്ക് ചിരിയും വരുന്നത്. ഞാനിങ്ങനെ സൗണ്ട് കേട്ട് പെട്ടെന്ന് നെഞ്ചെല്ലാം ഇങ്ങനെ കുലുങ്ങിയോണ്ടാന്ന് തോന്നും, എന്റെ ബോഡിയെല്ലാം കുലുങ്ങിയോണ്ടാന്ന് ഇവള് പേടിച്ച് കരയാൻ തുടങ്ങി. അപ്പാടെ നേഴ്സ് എടുത്തിട്ട് പോയി. അപ്പൊ എനിക്ക് ഏകദേശം BP കാര്യങ്ങളെല്ലാം നോർമൽ ആവാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ ലേബർ റൂമിന്റെ പുറത്ത് പുറത്തല്ല, നേരത്തെ ഏട്ടൻ പറഞ്ഞു ഒരു സ്ഥലത്തേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ പറയാൻ. ആ ഒരു എലിവേ പോലത്തെ അവിടെ സ്ട്രക്ചറിൽ ഇങ്ങനെ കിടത്തിയിട്ട് എല്ലാ ആഞ്ചലിയുടെ റിലേറ്റീവ്സിനെ വിളിക്കുകയെന്ന് പറഞ്ഞപ്പം അമ്മ വന്നു, ഇവിടുത്തെ അമ്മ വന്നു, പിന്നെ അനിയത്തി വന്നു. ഇത്രയാള് വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഏട്ടനെവിടെയെന്ന് ചോദിച്ചു. ഏട്ടൻ എൻ്റെ അച്ഛനെയും കാണുന്നില്ലല്ലോ എന്ന്. അപ്പം പറഞ്ഞാൽ അവരെ നിനക്ക് വേണ്ടിയിട്ട് ബ്ലഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഉള്ളത്. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി, കാണാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു അമ്മമ്മ എടുത്തു എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞാൽ അമ്മമ്മ മോളെയും കൊണ്ട് അവിടെ ജനിച്ച പാടല്ലേ ആയിട്ടുള്ളൂ. അപ്പം നമുക്കങ്ങനെ എല്ലാവരും കയറി ഇറങ്ങി പോകുന്ന സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല, ഹോസ്പിറ്റലല്ലേ. അപ്പം അമ്മമ്മ മോളെയും കൂട്ടിയിട്ട് റൂമിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അനിയത്തി സൂര്യ പറഞ്ഞു അനുശ്രീ ഇങ്ങനെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് എന്ന്. അപ്പം അവള് ശരിക്കും ഏട്ടൻ വിളിച്ച് ഡെലിവറി കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചാടി പുറപ്പെട്ടതാ അന്നയും മോളെയും കാണാൻ വേണ്ടിയിട്ട്. മോളെ കണ്ടു, എന്നെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പം എന്നെ കണ്ടിട്ടേ പോകുന്നുള്ള രീതിയിൽ അവിടെ പുറത്തുതന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞാൽ വിളിക്കുക ഓളെ വിളിക്കുക. അപ്പം അനുശ്രീ കയറി വന്ന് എൻ്റെ തലയെല്ലാം തടവി ഒരു ഉമ്മയെല്ലാം തന്ന്. ഓക്ക് കണ്ണിലിങ്ങനെ ഫുള്ള് നിറയുന്നുണ്ട് എന്നെ കണ്ടിട്ട്. പിന്നെ എന്താ നേരെ ആദ്യം ഡെലിവറിക്ക് മുന്നേ കിടത്തിയ റൂമില്ലേ വേദന വന്നിട്ട് കിടത്തി, അവിടത്തേക്ക് തന്നെ സ്ട്രക്ചറിൽ തള്ളിക്കൊണ്ടുപോയിട്ട് അതേ ബെഡിൽ എന്നെ കിടത്തിച്ച്. എനിക്ക് കിടന്ന ബെഡ് തന്നെ കിട്ടി. അപ്പോഴിപ്പുറത്ത് കിടന്ന കുട്ടീനെ ഡെലിവറി ആയിട്ടില്ല. ആ കുട്ടി പെയിനും കൊണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വന്ന് അവിടെ കിടന്ന് പിന്നെ ഒരേ കിടത്തായിരുന്നു. അപ്പം ഞാൻ ചോദിച്ച സിസ്റ്റർ എന്നാ റൂമിലേക്ക് വിടാനായാ? ഇല്ല, ഇനി ബ്ലഡ് കൊണ്ടുവരണം, ബ്ലഡ് കൊണ്ടുവന്നിട്ട് ബ്ലഡ് കയറ്റിട്ടേ പോകാൻ പറ്റൂ പറഞ്ഞ്. ഞാൻ പറഞ്ഞ ബ്ലഡ് നമുക്ക് റൂമൊന്നും കയറ്റാലാ? അപ്പൊ സിസ്റ്റർ ഒരേ ചിരി, എന്നാ മോളെ പറയുന്നത്, അങ്ങനെയൊന്നും ബ്ലഡ് റൂമൊന്നും കയറ്റാൻ പറ്റൂല, ഇവിടുന്ന് നമ്മളെ ഒരു ഒബ്സർവേഷനിൽ വേണം ബ്ലഡ് എല്ലാം കയറ്റാൻ. നിങ്ങൾ അലർജി വരുന്നുണ്ടോ, കാര്യങ്ങൾ ക്ഷീണാവുന്നുണ്ടോ എല്ലാം അറിയണം. അപ്പൊ അങ്ങനെ റൂമിലൊന്നും പോയിട്ട് കയറ്റാൻ പറ്റൂല. നമ്മൾ ആടെ നേഴ്സുമാരില്ലേ അടുത്ത്, അവർക്ക് ഇടക്കിടക്കേ വന്ന് നോക്കിയാൽ പോലെ സിസ്റ്റർ എന്നെ റൂമിലേക്ക് വിടും സിസ്റ്ററെ. ഇവർക്ക് ഫുള്ള് കോമഡി ആയി. പിന്നെ എന്നെ കൊണ്ട് ഓരോ അരമണിക്കൂർ കൊണ്ട് ഞാൻ ചോദിക്കാം സിസ്റ്ററെ സമയം എത്രയായി,
അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ബ്ലഡ് പിന്നെ കയറ്റുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ബ്ലഡ് കയറ്റി കഴിയാൻ വേണ്ടി ഒരു 6 മണിയെല്ലാം ആവുന്നു. ഞാൻ നോക്കുമ്പോൾ സമയം എനിക്ക് ഒന്നൊരു 12:30 1 മണിയാകാനാ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ് ബ്ലഡ് കയറ്റി കഴിയുമ്പോൾ 6:30 7 മണിയാവും, അത് കഴിഞ്ഞിട്ട് പോവാന്ന്. അപ്പൊ പിന്നെ ഞാൻ അരമണിക്കൂർ സിസ്റ്ററെ സമയത്തിലേ സിസ്റ്ററെ, പിന്നെ എന്റെ സിസ്റ്ററെ വിളി കേൾക്കുമ്പോൾ എന്താ മോളെ അഞ്ജലി, അവർക്ക് മനസ്സിലായി ഞാനേ വിളിക്കുന്നുള്ളൂ. അപ്പൊ എൻ്റെ അടുത്ത് മോളെ നീ ഈ അരമണിക്കൂർ കൂടുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് അങ്ങ് കയറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടി വെക്കാൻ പറ്റും ഇത് കയറുന്നത്, നീ എന്തെല്ലാം മോളെ പറയുന്നത്, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറെ വൈകുന്നേരം ആയ സമയത്ത് ഞാൻ പറഞ്ഞു ഒന്ന്, അപ്പൊ ഈ കുട്ടീനെ ഡെലിവറിക്ക് കൊണ്ടുപോയി. ഞാൻ മാത്രമേ ലേബർ റൂമിലുള്ളൂ, ഞാനും ഒരു 2 നഴ്സുമാരും. അപ്പൊ ഞാൻ ചോദിച്ചു ഒന്ന് എൻ്റെ ഹസ്ബൻഡിനെയും അച്ഛനെയും എനക്കൊന്ന് കാണണമായിരുന്നു. അപ്പൊ ഞാൻ കിടക്കുന്ന സൈഡിൽ നിന്ന് എനിക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട്, അച്ഛൻ ഫോണിൽ വിളിച്ചിട്ട് എങ്ങാനും സംസാരിക്കുന്ന സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ അതിന് മുന്നേ ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ് അകത്ത് കയറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ ആടെ ആരും ഇല്ല, അവരെല്ലാം റൂമിലേക്ക് പോയിട്ടുള്ളേ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ അച്ഛനും വേട്ടനും അമ്മയും എന്തായാലും പുറത്തുണ്ടാവും, ആര് പുറത്തില്ലെങ്കിൽ ഇവര് പുറത്തുണ്ടാവും, എന്നെ കണ്ടിട്ടേ പോവും. അപ്പൊ അതിനോട് അനുസരിയും കൂടി ഉണ്ടായിരുന്നു, അത് ഞാൻ അറിയുന്നില്ല. അപ്പോൾ ഇവരെന്തായാലും പോകും, ഒന്ന് വിളിക്കും, നിങ്ങൾ പുറത്ത് പോയി നോക്കുക, അവരില്ലെങ്കിൽ വിളിക്കണ്ട, അവരുണ്ടെങ്കിൽ എന്ന് എന്നൊക്കെ കാണിച്ചു, എനിക്ക് കാണണം, ഞാൻ നേരത്തെയും കണ്ടിട്ടില്ല. അപ്പൊ നേരത്തെ കണ്ടു, ഞാൻ പറഞ്ഞില്ല അവർ ബ്ലഡ് വാങ്ങിക്കാൻ പോയിട്ടുണ്ട്, അതിനെ കണ്ടിട്ടില്ല. ശരി എന്നാ നോക്കട്ടെ, കുറച്ച് സമയം പറ്റൂ കേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഏട്ടൻ വന്നു, അച്ഛൻ വന്നു. പിന്നെ ഞാൻ ചിരിക്കാനും തുടങ്ങി, വേദന ഉണ്ടെങ്കിലും വെറുതെ ഇവരെ വിഷമിപ്പിക്കണ്ടല്ലോ. ഞാൻ അടുത്തിരുന്ന് ചിരിച്ച അച്ഛൻ ഒന്നുമില്ല ഇപ്പം വരാൻ പറ്റും കേട്ടോ. അപ്പെല്ലാം ഞാൻ ഇങ്ങനെ എന്നാ പറയണ്ടേ, ഞാൻ ബെഡിന് തിരിഞ്ഞു കിടക്കുമ്പോൾ എനിക്ക് അറിയുന്നു, തിരിഞ്ഞു കിടക്കാനൊന്നും പറ്റുന്നില്ല, പക്ഷെ തിരിയാൻ പോകുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ബ്ലഡ് എല്ലാം പോകുന്നത്. അത്രയും വേദന, ആ സമയത്ത് എത്ര വേദന ഉണ്ടാവും, തിരിഞ്ഞു കിടക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ സിസ്റ്റർ ഒന്ന് അമ്മേനെ കാണിച്ചിരുമോ, നീ എന്താ മോളെ ഇങ്ങനെ ഓരോ കുടുംബക്കാരെയായിട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്നില്ല, അങ്ങനെയൊന്നും പാടില്ല. ഞാൻ പറഞ്ഞ കുറേ സമയമല്ലേ സിസ്റ്ററെ ഞാനിവിടെ വെറുതെ ബോറടിച്ചിരിക്കുന്നു, നിങ്ങൾ എന്തെല്ലോ ഫോണെല്ലാം നോക്കി ചെയ്യല്ലേ എന്ന്, ഞാനിവിടെ ഒരേ കിടത്തല്ലേ, ഞാൻ അങ്ങനെയും ഒന്ന് വർത്താനം വരട്ടെ, എൻ്റെ വേദന കുറച്ച് കുറയും. അങ്ങനെ അമ്മേനെയും കൂടി വിളിപ്പിച്ച് അമ്മയും കുറച്ച് സമയം വന്നിരുന്ന് സംസാരിച്ച്. അപ്പൊ ഞങ്ങൾക്ക് കുറച്ചുകൂടി സമാധാനമായി. പിന്നെ ഞാൻ ആദ്യം ചോദിക്കും സിസ്റ്ററെ സമയം എത്രയായി. പിന്നെ എൻ്റെ അടുത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ അടുത്ത് ചോദിച്ച സിസ്റ്റർ ചോദിച്ചാൽ അഞ്ജലി മോളെ നമുക്ക് ചായ എന്തെങ്കിലും വേണോ. ഞാൻ പറഞ്ഞു ചായ ഒന്നും വേണ്ട സിസ്റ്റർ, ഒന്ന് റൂമിലേക്ക് വിട്ടാൽ മതിയെന്ന്. അപ്പൊ ഫുള്ള് കൂട്ടച്ചിരിയായിരുന്നു നഴ്സുമാരെ. അഞ്ജലി മോളെ നിനക്കെന്നാ വേണ്ടത്, എനിക്ക് റൂമിൽ പോയാൽ മതി, വേറൊന്നും വേണ്ട. അങ്ങനെ 6 മണി 6:30 ആയപ്പോ ഞാനിങ്ങനെ മറ്റേ ബ്ലഡിന്റെ ഈ സംഭവം ലെഫ്റ്റ് സൈഡിലായിരുന്നു കയറ്റുന്നുണ്ടായത്. അപ്പൊ ഞാൻ ഇങ്ങനെ ബ്ലഡിന്റെ പാക്കറ്റ് നോക്കിക്കൊണ്ട്, ഒരു ബാഗിലാണ് എനിക്ക് ബ്ലഡ് കയറ്റിയത്, ബാഗിൽ കണക്ട് ചെയ്തിട്ട്. അപ്പൊ ഞാനിങ്ങനെ നോക്കി നമ്മൾ സിസ്റ്ററെ ബ്ലഡ് കയറി കഴിഞ്ഞ് വേമ്പാ. അപ്പൊ സിസ്റ്റർ നീ ഇതിലും നോക്കി നിൽക്കുവായിന്ന്, ഇത് കഴിഞ്ഞോ എന്ന്. അപ്പൊ ഇവരത് ഉരി, ഞാൻ പറഞ്ഞ ഇനി റൂമിൽ പോവാം നമുക്ക്. അങ്ങനെ പോകാൻ പറ്റില്ല, ഇപ്പം ബ്ലഡ് കയറി കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ നമുക്ക് കുറച്ചൊന്ന് ഒബ്സർവ് ചെയ്യണം നീ ഓക്കെ ആണോ എന്നല്ല ഉള്ളത് എന്ന്. അപ്പൊ ഞാൻ ഇത് എത്ര സമയം സിസ്റ്റർ, 6 മണിക്ക് വിടുന്നു പറഞ്ഞതല്ലേ, ഇപ്പൊ സമയം ബ്ലഡ് എല്ലാം കയറി കഴിഞ്ഞില്ലേ. അപ്പൊ എൻ്റെ അടുത്ത് വേണമെങ്കിൽ നമുക്ക് പി വി ചെയ്യണം, ബ്ലീഡിങ് ഇനി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം പി വി ചെയ്ത് നോക്കി, ബ്ലീഡിങ് ഒന്നുമില്ല, എല്ലാം ഓക്കെയാണ്. അപ്പം ഞാൻ എനിക്ക് ബാത്റൂം പോകണം. സാധാരണ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്, നോർമൽ ഡെലിവറി കഴിഞ്ഞാൽ നേരെ ബാത്റൂമിലേക്ക് നടന്നിട്ട് പോകാൻ പറയും. നടന്നിട്ട് പോയിട്ട് അവിടെ നിന്ന് ബാത്റൂം പോയിട്ട് പ്രശ്നമൊന്നുമില്ല, സ്റ്റിച്ചെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നേരെ റൂമിലേക്ക് പോകാൻ പറയും. പക്ഷെ എൻ്റെ കേസിൽ എനിക്ക് നടക്കാൻ പോയിട്ടൊന്ന് തിരിയാൻ പോലും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പം ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് യൂറിൻ ട്യൂബ് ഇട്ടിട്ട്, അതാണ് ഞാൻ യൂറിൻ ട്യൂബ് ഇടുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. സാധാരണ സിസേറിയൻ ആണ് അല്ലെങ്കിൽ സി സെക്ഷൻ ആണ് ട്യൂബ് ഇടാറ്. അപ്പം എനിക്ക് ഇങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻ വന്നതുകൊണ്ട് നടന്ന് പോകാൻ പറ്റാത്തതുകൊണ്ട് യൂറിൻ ട്യൂബ് ഇൻസേർട്ട് ചെയ്തിട്ടാണ് യൂറിൻ എടുത്തത്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഇതിനും വെയിറ്റിംഗ് ആയി, 1 മണിക്കൂറോളം ഞാനിങ്ങനെ കാത്തിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഡ്രസ്സ് കൊണ്ടുവരുന്നു, എനിക്കുള്ള മെഡിസിൻ എല്ലാം അവിടെ എടുത്തു വെച്ചു. അപ്പം ഡ്രസ്സ് കൊണ്ടിരുന്നുണ്ടപ്പം എനിക്ക് മനസ്സിലായി എന്നിപ്പം പുറത്തേക്ക് വിടുന്നു. അപ്പോഴേക്കും ഓൾറെഡി നേരത്തെ ഡെലിവറി കഴിഞ്ഞാൽ കുട്ടി വന്ന് കിടന്ന്. അപ്പം ഞാൻ ചോദിച്ചു എനിക്ക് പോകാൻ പറ്റുമെന്ന് വെച്ചാൽ ഇപ്പം ഒരു 1/2 മണിക്കൂർ കൊണ്ട് പോവാം. അപ്പം ഇപ്പുറത്തെ കുട്ടി ചോദിച്ചു ഞാനും പോയിക്കോട്ടെ, എന്നാലും എന്നെയും വിടുവോ. അപ്പൊ ഡോക്ടർ നേഴ്സ് പറഞ്ഞു നീ ഇപ്പല്ലേ വന്ന് കിടന്നേ, ഓള് ഉച്ചക്കേ വന്ന് കിടക്കുന്നതാണ്, ഓള് പോയിക്കോട്ട്, നീ ഇപ്പല്ലേ വന്നേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊണ്ടൊന്നും എണീക്കാൻ പറ്റുന്നില്ല, എന്നെ പിടിച്ച് എണീപ്പിച്ച് നേഴ്സ് മുടിയൊക്കെ കെട്ടിത്തന്നു, ഡ്രസ്സ് ഇട്ട് തന്നു, അവരെ ഗൗണൊക്കെ അയച്ചു മാറ്റി ഡ്രസ്സ് ഇട്ട് തന്നു. അവരെന്നെ നമുക്ക് പാഡും കാര്യങ്ങളെല്ലാം വെച്ച് തരും, അതെല്ലാം ചെയ്തു. അത് ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്ട്രക്ചർ ഉണ്ടെന്നു. പിന്നെ ബിഗ് ടാസ്ക്, ഇതിൻ്റെ മുകളിൽ നിന്ന് ഇപ്പുറത്തേക്ക് തന്നെ കടത്തണം, എങ്ങനെ വെയിറ്റുള്ള തന്നെ അപ്പുറത്തേക്ക് കടത്തും. അങ്ങനെ എങ്ങനെയല്ലോ സ്ട്രക്ചർ തള്ളുന്ന ചേട്ടനും നേഴ്സുമാരെല്ലാം കൂടിയിട്ട് തന്നെ ഇപ്പുറത്തേക്ക് ഇട്ടു.
പിന്നെ എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതിയെന്നായിരുന്നു. അങ്ങനെ സ്ട്രക്ചർ ഉന്തി പുറത്ത് പോകുമ്പോൾ ഞാൻ കണ്ടിട്ട് അങ്ങനെ പിടിച്ച് ഞാനിങ്ങനെ പിടിച്ചിട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്നു. അപ്പൊ അച്ഛൻ അവിടുന്ന് അച്ഛനും അമ്മയും അവിടെ നിന്നിട്ടുണ്ട്. അപ്പൊ ഇവങ്ങനെ നോക്കുന്നുണ്ട്, ഇതാരെയും ഇവൻ പിടിച്ചോണ്ട് പോകുന്നത്, സ്വന്തം ഭാര്യനെ നോക്കാണ്ട് ആരാന്റെ കൂടെ പോന്നാണ്. ഇത് ഞാൻ പറഞ്ഞ ഇത് നിങ്ങളെ മോള് തന്നെയാന്ന് മോളാണോ എന്നിട്ട് മൂപ്പർ കോമഡിയാക്കി പറയുന്ന കേട്ടാ ശരിക്കും ഒരു ടൈം അങ്ങനെയൊന്നല്ല. പിന്നെ മൂപ്പർ ഓടി വന്നിട്ട് ഞങ്ങള് ഇതും പിടിച്ചിട്ട് ഞാൻ നോക്കുമ്പോഴേക്ക് ലിഫ്റ്റ് കയറുമ്പോൾ എനിക്ക് ഇങ്ങനെ ലിഫ്റ്റിൽ ആ ഒരു വൈബ്രേഷൻ കിട്ടുമ്പോ എനിക്ക് ഭയങ്കര കുത്തുന്ന വരെ ഞാൻ ഇങ്ങനെ കരയുന്നുണ്ട്. ഞാൻ നോക്കുമ്പോ ആഹാ നല്ല രസമുണ്ടല്ലോ, മുകളിലോട്ടേക്ക് നോക്കുമ്പോ കുറെ ലൈറ്റെല്ലാം കാണുന്നത്. രാത്രിയായിട്ട് എന്നെ കൊണ്ടുവന്നത് ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ റൂമിലേക്ക് വരുമ്പോ. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇങ്ങനെ പോകുന്ന ആദ്യമായിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ഇങ്ങനെ അട്ടം നോക്കി പോകുമ്പോൾ കുറെ ലൈറ്റെല്ലാം കാണുന്നത് ഇങ്ങനെ പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ കുട്ടു ഞാനിടെ ഉള്ളത്. പിന്നെ ഞാൻ കോമഡി എല്ലാം പറയാൻ തുടങ്ങി പുറത്ത് വന്നിട്ട്. കാരണം ഞാന് ഏട്ടന്റെ അമ്മയും അച്ഛനെല്ലാം മറ്റേ സ്റ്റെയർ കേസ് വഴി പോയി. അപ്പൊ ഏട്ടനും അനിയനും കൂടിയിട്ടാണ് അനിയനും കൂടിയിട്ടാണ് എൻ്റെ കൂടെ വരുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇവരെ മുഖൽ ഇങ്ങനെയാ ഒരുമാതിരി മൂകതയിലാ ഉള്ളത്. അപ്പൊ അന്ന് ഇങ്ങനെയെങ്കിലും മാറ്റണ്ടേ, ഞാൻ അതിന് വേണ്ടിട്ട് എന്തെല്ലോ കോമഡി എല്ലാം പറഞ്ഞ് അപ്പൊ ചിരിക്കുന്നുണ്ട്. കോമഡി എല്ലാം പറഞ്ഞിട്ട് അപ്പൊ ഞാൻ നോക്കുമ്പോ ഞാൻ ഇന്നലെ നമ്മൾ ഇതിലൂടെ അല്ലേ നടന്നിനി, അതിപ്പോ ഇങ്ങനെ ഞാൻ ഇന്നലെ അറിഞ്ഞാ അന്ന് ഇതിലൂടെ ഇങ്ങനെ ഉന്തിക്കൊണ്ടോന്നുള്ളത്. അങ്ങനെ പറഞ്ഞ അങ്ങനെ റൂമിലെത്തി. റൂമിൽ നിന്ന് നേരെ ഇതേപോലെ. പിന്നെ അടുത്ത ബിഗ് ടാസ്ക്, ഞാൻ റൂമിലേക്ക് പോകുമ്പോഴേക്ക് ഞാൻ വെച്ച് ഇതേടിയാടാ ഞാൻ കിടക്കുക. റൂം ഫുൾ ആൾക്കാര്, ജനപ്രവാഹം. എൻ്റെ മാമനുണ്ട്, പിന്നെ ഏട്ടന്റെ ഫാമിലി എല്ലാരും വന്നിട്ടുണ്ട്. അമ്മേന്റെ അനിയത്തി ഉണ്ട്, അനിയത്തിന്റെ മോനുണ്ട്, പിന്നെ ഏട്ടന്റെ അനിയത്തിന്റെ ഭർത്താവ്, അനിയത്തിന്റെ ഭർത്താവിന്റെ ഫാമിലി ഫുള്ള്, ഇവരെല്ലാരും കൂടി കിടന്നിട്ടുണ്ട്. ഞാൻ ഇതോടെ എനക്ക് കിടക്കാൻ സ്ഥലം ഉണ്ടാവട്ടോ, നീ ഇങ്ങനെ ഓരോന്നും പൊട്ടത്തരം പറയല്ലാന്ന് പറഞ്ഞിട്ട് കയറ്റി. നോക്കുമ്പോൾ ഒരു കുഞ്ഞാള് ഒരു നെറ്റ് ബെഡിന്റെ ഉള്ളിൽ സുഖമായിട്ട് ഉറങ്ങുന്നു. അയാളെ അമ്മയാണ്. ഇനി എത്തിയില്ല. പക്ഷെ ഞാൻ ഇവക്ക് ഒരു കൂസലും ഇല്ലല്ലോ എന്നെ കാണാനിട്ട്. അപ്പൊ പിന്നെ അമ്മേന്റെ അനിയത്തിന്റെ മോള് വന്നു, ഭർത്താവ് വന്നു, അങ്ങനെ എല്ലാരും റൂമിലായി. അപ്പൊ പിന്നെ അവിടുന്ന് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഇത്രപാട് ആള്, എന്തായാലും ഞാൻ എത്തിയല്ലോ, അപ്പം ഇനി ഇത്ര ആള് നിക്കാൻ പറ്റൂല, ഓരോരാള് വെച്ച് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ വേദനകളെല്ലാം സഹിച്ച് അവിടെ വന്ന് കിടന്ന്. പിന്നെ ഞാൻ എണീക്കാൻ പറ്റാത്തെല്ലാം കാണുമ്പോൾ ഫുള്ള് അച്ഛനായിരുന്നു ടെൻഷൻ. ഫുള്ള് നടക്കാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. എനിക്ക് എണീച്ച് കഴിഞ്ഞാല്, അതായത് ഞാൻ എണീക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പിടിക്കാൻ ഒരാള് വേണം, എന്നെ പിടിക്കാൻ. എനിക്ക് ഒറ്റക്കായിട്ട് എണീക്കാൻ പറ്റൂല, വയറിന് എന്തോ ഉരുണ്ട് താഴെ വീഴുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ എണീറ്റ് കഴിഞ്ഞ് നിന്ന അപ്പാടെ എനിക്ക് ഇരിക്കണം. കാരണം ഇരുന്നിട്ട് നിൽക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടല. ഞാനിവിടെ പിടിച്ചിട്ട് ഇങ്ങനെ എണീക്കുമ്പോ തന്നെ കാലൊക്കെ ഇങ്ങനെ വിറക്കും, കാലിന്റെ ഫൂട്ടൊക്കെ ഇങ്ങനെ വിറക്കും. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഫുൾ ബാലൻസ് ചെയ്തിട്ട്. കാരണം ഇവിടെ വെയിറ്റ് ഉണ്ടല്ലോ, അപ്പൊ അമ്മമ്മക്കൊന്നും താങ്ങാൻ പറ്റില്ല. പിന്നെ അമ്മമ്മ ഞാൻ കിടപ്പിലായി പോകും. അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെയാണ് ചെയർ കൊണ്ട് തരണം. നിന്നപ്പാട് എനിക്ക് ഇരിക്കണില്ലെങ്കിൽ പുതക്കും. എനിക്ക് ബാത്റൂമിലൊന്നും പോകാൻ പറ്റില്ല, ശ്വാസമൊന്നും കിട്ടൂല. പിന്നെ ഫസ്റ്റ് ബാത്റൂം പോകുന്നത് ബിഗ് ടാസ്ക് ആയിരുന്നു. ഫസ്റ്റ് ബാത്റൂം പോയി കഴിഞ്ഞാൽ നഴ്സിംഗ് യൂണിറ്റിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏട്ടനും അനിയനും കൂടിയിട്ട് എന്റെ കയ്യെല്ലാം പിടിച്ച് ഏട്ടൻ ബാത്റൂമിലേക്ക് കയറി നിന്നു. ആ ഒരു ബാത്റൂമിലെ സ്റ്റെപ്പ് കയറാൻ തന്നെ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായിട്ടില്ല. എങ്ങനെയല്ലോ ഇവരെല്ലാം ഒന്ന് ഉന്തി കയറ്റുന്ന പോലെയാണ് ബാത്റൂമിലേക്ക് കയറ്റിയത്. അപ്പൊ അത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ചു ഞാൻ. പക്ഷെ അതെല്ലാം നമ്മൾ പറയുന്നത് പോലെ ആ വേദന എടുത്തിട്ട് വന്ന് കിടന്ന് ഇപ്പൊ അടുത്ത് ഈ ഒരു കുഞ്ഞു ചുമട്ടാച്ച് കിടക്കുന്ന കാണുമ്പോ നമ്മളാ വേദന പോകുന്നു പറയുന്ന പോലെ അതെല്ലാം അങ്ങ് മറക്കും. പിന്നെ നമ്മളെ ലൈഫ് അവർക്ക് വേണ്ടിയിട്ടില്ല, അവർക്ക് വേണ്ടിയിട്ടുണ്ടാവുന്നത് നമ്മളങ്ങനെ വലിയതായ എടുക്കൂലല്ലോ. പക്ഷെ കുറെ എനിക്കൊന്ന് ഒരാഴ്ച 2 ആഴ്ചയോളം എനിക്ക് ബെഡിൽ നിന്ന് എണീക്കാനുള്ള പ്രശ്നം, നടക്കാനുള്ള പ്രശ്നം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റിച്ച് നല്ല രീതിക്കുള്ള കുറെ സ്റ്റിച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എല്ലാം ബുദ്ധിമുട്ട് ഒരു സൈഡില്. പക്ഷെ ആ സമയത്താണ് ഇവള് എന്താ പറയുക, എന്റെ വൈഫ് ഇങ്ങനെ പ്രസവിച്ചിട്ട് ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു കുഞ്ഞിനെ തരുമ്പോൾ അത്രയും ഞാനും എന്താ പറയുന്നത്, ഞാൻ എൻ്റെ അമ്മേനെ കുറിച്ച് ഞാൻ ഓർക്കാൻ തുടങ്ങിയത്. കാരണം എന്നെ ഇതുപോലെ തന്നെ ആയിരിക്കും ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ പ്രസവിച്ച് കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ടാവുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു പുണ്യകർമ്മം തന്നെയാണ്. കാരണം എന്താ, അന്നേരം ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളെ ഭയങ്കര റെസ്പെക്ട് ചെയ്യാൻ കുറെ സ്ഥലത്ത് നമ്മള് ഇപ്പം റീൽസ് ഒക്കെ കാണുമ്പോഴാണെങ്കിലെല്ലാം കണ്ടിട്ടുണ്ട്, ഭാര്യ പ്രസവിച്ച് ഭാര്യന്റെ ആ ഒരു ശരീരത്തിന്റെ ഭംഗി പോയി, വയറ് തൂങ്ങി, അങ്ങനെയെല്ലാം ആകുമ്പോൾ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് നമ്മള് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുന്നതാ. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷമല്ലേ അവര് ശരിക്കും
അത്രയും സ്നേഹിക്കേണ്ടത്. കാരണം ആ ഭർത്താവിനൊരു കുട്ടീനെ കിട്ടണം, ആ ഭർത്താവിനൊരു അച്ഛനാക്കണം എന്നുള്ളത് കൊണ്ട് ഫുൾ എഫേർട്ട് എടുക്കുന്നത് ഭാര്യമാരല്ലേ. അവരെ ശരീരത്തിന്റെ സൗന്ദര്യം അടക്കം കളഞ്ഞിട്ട് എല്ലാ വേദനയും സഹിച്ചിട്ടല്ലേ അവര് ഒരമ്മയാവുന്നത്, ആ ഭർത്താവിനൊരു അച്ഛനാക്കുന്നത്. അപ്പൊ കൂടുതൽ റെസ്പെക്റ്റും കൂടുതൽ സ്നേഹവും ഒരു ഭർത്താവിന് ഭാര്യയോട് തോന്നുന്ന മൊമെന്റ് ആയിരിക്കും പ്രസവിച്ച കുട്ടീനെ കയ്യിൽ കിട്ടുന്ന നിമിഷം. അപ്പോഴും നമ്മളെ ഒരു ഡെലിവറി സ്റ്റോറി ഇത്രയേ പറയാനുള്ളൂ. കുറച്ച് അധികം ഉള്ളത് ഞാൻ പറഞ്ഞ പോലെ പാർട്ടായിട്ടായിരിക്കും വീഡിയോ വരുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളെ സ്റ്റോറി എല്ലാം കേട്ട് നിങ്ങളും ആ എന്താ പറയേണ്ടത് ശരിക്കും ആ സ്റ്റോറിന്റെ അകത്ത് കയറി വരും എന്ന് ഞാനും വിശ്വസിക്കുന്നു. കാരണം എന്താ പറഞ്ഞാൽ ആ ഇത്രയും സ്റ്റോറി പറയുമ്പോൾ നിങ്ങളെ എന്താ പറയണ്ടത്, നിങ്ങളിപ്പോ ഡെലിവറി കഴിഞ്ഞവരാണെങ്കിൽ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായവര് എല്ലാവർക്കും ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അതെ അന്നേരം നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഡെലിവറി നടക്കാൻ പോകുന്നവരെ ഒരിക്കലും പേടിപ്പിക്കുകയെന്നല്ല ചെയ്യുന്നത്. എൻ്റെ എന്തോ ഒരു ആ സമയത്ത് എന്തോ ഒരു ഇതുകൊണ്ട് എൻ്റെ ഒരു ബാഡ് ലക്ക് കൊണ്ട് എനിക്ക് ആ സമയത്ത് അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ പറ്റി. പക്ഷെ എൻ്റെ നല്ല കാര്യം കൊണ്ട് തന്നെ അത് ഞാൻ റിക്കവർ ചെയ്യാനും പറ്റി എനിക്ക്. അപ്പോൾ ആരും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡെലിവറിക്ക് വേണ്ടി തയ്യാറാവുന്നതിന് വേണ്ടിയിട്ട് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല പറഞ്ഞത്. ഇത് വളരെ ചുരുക്കം ആൾക്കാർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഡെലിവറിക്ക് ഇങ്ങനെയുള്ളതാണ് എനിക്ക് ഉണ്ടായത് എന്നുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. കോമൺ ആയിട്ട് ഞാൻ പറയുന്നൊന്നുമല്ല, എൻ്റെ പേഴ്സണൽ എൻ്റെ മാത്രം ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് ഡെലിവറിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആരും പേടിക്കാനോ ടെൻഷൻ ആവാനോ വേണ്ടിയിട്ട് എല്ലാവരും എക്സ്പീരിയൻസും വേറെ വേറെയാണ്. ഇപ്പൊ അതേ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സിന് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഓരോ സമയത്തും നമുക്ക് നടക്കണം എന്നുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നു, അത്രയും ഞാൻ കാണുന്നുള്ളൂ. അപ്പൊ അതിൽ എനിക്ക് റിക്കവർ ഇങ്ങോട്ടേക്ക് ഒന്നും പറ്റാതെ ഞാൻ ഇപ്പം എവിടെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ ആരും ടെൻഷൻ ആവാനോ അല്ലെങ്കിൽ ആരും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ ചെയ്ത വീഡിയോ അല്ല ഇത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നി. പ്രഗ്നൻസി സ്റ്റോറി ഓൾറെഡി ചെയ്തത് കൊണ്ട് ഡെലിവറി സ്റ്റോറി കൂടി ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തന്നെ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് വീഡിയോ ചെയ്യണം പറയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയാവുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡിയിൽ മെൻഷൻ ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന ടോപ്പിക്ക് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഷുവറായിട്ട് വീഡിയോ ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.